ഹലോ സ്റ്റുഡൻസ്, അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നതെന്ന് പറയുമ്പം സ്റ്റാൻഡേർഡ് 8 ചാപ്റ്റർ 11 മാത്സ് പാരലലോഗ്രാംസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ പാരലലോഗ്രാംസ് എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൻ്റെ മലയാളം എന്ന് പറഞ്ഞാൽ സാമാന്ത്രികങ്ങൾ എന്നാണ്. അപ്പോൾ ഇതിൽ ആദ്യം നമുക്ക് പഠിക്കാനുള്ള ഒരു പാർട്ട് എന്ന് പറയുന്നത് വെച്ചാൽ പാരലലോഗ്രാംസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ പാരലലോഗ്രാംസിനെ കുറിച്ചിട്ട് പറയാനാണെങ്കിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പാരലലോഗ്രാംസിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. അതായത് ഇതൊരു പാരലലോഗ്രാം ആണ്. ഈ പാരലലോഗ്രാമിന്റെ ഈ സൈഡ് 3 സെന്റിമീറ്റർ, ഈ സൈഡ് 6 സെന്റിമീറ്റർ. ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഈ സൈഡും എത്രയായിരിക്കും? 3 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പം ഇവിടെ 3 സെന്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ 3 സെന്റിമീറ്റർ, ഇവിടെ 6 സെന്റിമീറ്റർ ആണെങ്കിൽ ഇവിടെയും 6 സെന്റിമീറ്റർ. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. അപ്പോൾ അടുത്ത ഭാഗം എന്ന് പറഞ്ഞാൽ ഇതും ഒരു പാരലലോഗ്രാം ആണ്. ഇതിപ്പം ചരിച്ച് വരച്ചാലും ഇതുപോലെ നൂത്ത് വരച്ചാലും ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അതൊരു പാരലലോഗ്രാം ആണ്. ഇവിടെ 5 സെന്റിമീറ്റർ ആണെങ്കിൽ ഇവിടെയും 5 സെന്റിമീറ്റർ ആയിരിക്കും. ഇതാണ് പാരലലോഗ്രാമിന്റെ ഒരു ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ, അതായത് ഒരു പ്രത്യേകത. ഇവിടെ 5 സെന്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ 5 സെന്റിമീറ്റർ, ഇവിടെ 3 സെന്റിമീറ്റർ ആണെങ്കിൽ ഇവിടെയും 3 സെന്റിമീറ്റർ. ഇതൊരിക്കലും മറക്കരുത്. നിങ്ങൾക്ക് എക്സാമിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓർത്തിരുന്നാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പാരലലോഗ്രാം ബേസ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ 3 സെന്റിമീറ്റർ, ഇവിടെ 3 സെന്റിമീറ്റർ. അപ്പം അടുത്ത ഭാഗം എന്ന് പറഞ്ഞാൽ നമുക്ക് പഠിക്കാൻ ഈ ചാപ്റ്ററിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം, അതായത് എക്സാമിന് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗം എന്ന് വെച്ചാൽ ഇതെങ്ങനെ വരയ്ക്കാം. എക്സാമിന് അത്യാവശ്യം നല്ല മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇതെങ്ങനെ വരയ്ക്കാം. 3 മാർക്കിനൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ വരാം. 60 ഡിഗ്രി വെച്ച് ഇതെങ്ങനെ വരയ്ക്കാം. ജസ്റ്റ് ഞാൻ റഫായിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഇത് ഫെയറായിട്ട് പറഞ്ഞുതരാം. നമ്മൾ ആദ്യം ഒരു 5 സെന്റിമീറ്റർ ലൈൻ വരച്ചെന്ന് വെച്ചോ. ഓക്കെ, എന്നിട്ട് ഇവിടെ ഈ പോയിന്റിൽ ഒരു പ്രൊട്രാക്ടർ വെച്ച് 60 ഡിഗ്രി ഇങ്ങോട്ട് അളക്കുക. ഈ പോയിന്റിലും ഒരു പ്രൊട്രാക്ടർ വെച്ച് 60 ഡിഗ്രി ഇങ്ങോട്ട് അളക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് ഈ സൈഡിൽ 3 സെന്റിമീറ്റർ എന്നല്ലേ നമുക്ക് കൊടുത്തേക്കുന്ന. അപ്പൊ ഇവിടെ നമുക്ക് 3 സെന്റിമീറ്റർ വേണ്ടേ. അതുകൊണ്ട് ഈ പോയിന്റിൽ നമ്മൾ ഒരു സ്കെയിൽ വെച്ചിട്ട് 3 സെന്റിമീറ്റർ അളന്ന് ഇവിടെ ഒരു മാർക്ക് ചെയ്യുക. ഇവിടെ നിന്നും സ്കെയിൽ വെച്ച് 3 സെന്റിമീറ്റർ അളന്ന് ഇവിടെയും മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇത് രണ്ടും യോജിപ്പിക്കുക. ഇപ്പൊ നമുക്ക് 3 സെന്റിമീറ്റർ 60 ഡിഗ്രി ഇങ്ങനെ ഒരു ഇത് കിട്ടി. ഇതാണ് നമ്മൾ വരച്ച പാരലലോഗ്രാം. ഇനി ഇതേ സാധനത്തിന് നമുക്ക് കോമ്പസും സ്കെയിലും പെൻസിലും വെച്ച് വരയ്ക്കും. അതെങ്ങനെയാന്ന് നോക്കാം. അതും ഞാൻ റഫായിട്ട് പറഞ്ഞുതരാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫെയറായിട്ട് പറഞ്ഞുതരാം. ആദ്യം നമ്മൾ സ്കെയിൽ വെച്ച് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു 5 സെന്റിമീറ്റർ വരയ്ക്കുക. എന്നിട്ട് പ്രൊട്രാക്ടർ ഉപയോഗിച്ച് 60 ഡിഗ്രി, നിങ്ങൾക്ക് വേണമെങ്കിൽ 60 ഡിഗ്രി, നിങ്ങൾക്ക് പഠിക്കാൻ നേരത്ത് വേണമെങ്കിൽ ഇപ്പം 40 ഡിഗ്രി എങ്കിൽ 40 ഡിഗ്രി അങ്ങനെ വെച്ചിട്ട് വരയ്ക്കുക. ഇപ്പം ഞാൻ 60 എടുത്തന്നേ ഉള്ളൂ. 60 ഡിഗ്രി നമുക്ക് പ്രൊട്രാക്ടർ വെച്ച് വരയ്ക്കുമ്പോൾ വേറൊരു അളവിൽ വരയ്ക്കാം. ഓക്കെ, ഇതിപ്പം 60 ഡിഗ്രി ആണ്. ഇവിടെ നിന്ന് 60 ഡിഗ്രി എടുക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള അളവ് എത്രയായിരിക്കും? ഓപ്പോസിറ്റ് 5 സെന്റിമീറ്റർ ആയിരിക്കും ഇവിടുത്തെ ഈ ഒരു അളവ്. ഇവിടെയും 3 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാന്ന് കഴിഞ്ഞാൽ ഇവിടെ ഒരു കോമ്പസ് വെച്ച് സ്കെയിലിൽ 3 സെന്റിമീറ്റർ അളന്നിട്ട് കോമ്പസ് വെച്ച് 3 സെന്റിമീറ്റർ അളന്നിട്ട് ഇവിടെ കോമ്പസ് കുത്തി ഇങ്ങോട്ട് 3 സെന്റിമീറ്റർ ഒരു അടയാളപ്പെടുത്തുക. ഇത് കഴിഞ്ഞിട്ട് ഈ പോയിന്റിൽ വെച്ചിട്ട് ഇങ്ങോട്ട് ഒരു 5 സെന്റിമീറ്റർ അളന്ന് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ നിന്ന് 3 സെന്റിമീറ്റർ എടുത്ത് കോമ്പസിൽ കട്ട് ചെയ്യാം. എന്നിട്ട് ഇങ്ങനെ വരച്ചാൽ നമുക്കിതാ 5 സെന്റിമീറ്റർ ഇങ്ങനെ ഒരു പാരലലോഗ്രാം കിട്ടും. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ടായിട്ട് വരിക. നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇന്ന് എക്സാംസിന് ചോദിക്കുന്നതായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും ഇത് പഠിക്കാൻ ശ്രദ്ധിക്കുക. ഞാൻ ഇത് ഫെയർ ആയിട്ട് വരച്ച് കാണിച്ചു തരാം. അപ്പം മക്കളെ, അപ്പം ഇത് നമ്മൾ ഫെയർ ആയിട്ട് വരയ്ക്കുകയാണ്. അപ്പം ആദ്യം 5 സെന്റിമീറ്റർ
ഇവിടെ ഇങ്ങനെ വരയ്ക്കുക. എൻ്റെ കയ്യിൽ സ്കെയിലില്ലാത്തതുകൊണ്ടാണ് ഞാൻ സെറ്റ് സ്ക്വയർ എടുത്ത് വെച്ച് വരയ്ക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പ്രൊട്രാക്ടർ എടുക്കുക. ഇത് രണ്ടും കൂടി ചേർന്ന് സെറ്റ് സ്ക്വയർ ആണ് കേട്ടോ. ഇതാണ് പ്രൊട്രാക്ടർ. അപ്പോൾ പ്രൊട്രാക്ടർ എടുത്തിട്ട് ഇവിടെ നിന്ന് 60 ഡിഗ്രി മേളിലോട്ട് വരയ്ക്കുക, മേളിലോട്ട് അടയാളപ്പെടുത്തുക. അത് കഴിഞ്ഞിട്ട് ഈ എൻഡിലും വെച്ചിട്ട് 60 ഡിഗ്രി ഇങ്ങോട്ടും അടയാളപ്പെടുത്തുക. ഇവിടെ നിന്ന് ആ പോയിൻറ്റുമായിട്ട് കൂട്ടിമുട്ടുന്നുണ്ടോ എന്ന് നോക്കണം. ആ പോയിൻറ്റുമായിട്ട് ജസ്റ്റ് ഒന്ന് കൂട്ടിമുട്ടിച്ച് വരയ്ക്കുക. ഇവിടെ നിന്നും ദാണ്ടെ ഇങ്ങനെയാണ് ഇപ്പം നമ്മൾ വരച്ചിരിക്കുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മൾ നേരെ കോമ്പസ് എടുക്കണം. എന്നിട്ട് നമ്മൾ നേരെ ഡയറക്റ്റ് 3 സെൻറ്റിമീറ്റർ താണ്ടെ ഈ സ്കെയിലിൽ ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി എടുക്കുക. 3 സെൻറ്റിമീറ്റർ എടുക്കുക. എന്നിട്ട് ഇത് വെച്ച് കട്ട് ചെയ്യുക. ഇവിടെയും കട്ട് ചെയ്ത് കൊടുക്കുക, കണ്ടോ. എന്നിട്ട് അടുത്ത് സ്കെയിലെടുത്തിട്ട് ഈ 2 വര ഉണ്ടല്ലോ, ഈ പോയിൻറ്റുകൾ തമ്മിൽ ചേർത്ത് വരയ്ക്കുക. എന്നിട്ട് ബാക്കി താണ്ടെ ഇത്രയും മാച്ച് കളയുക. അപ്പം താണ്ടെ നമ്മുടെ ഇതിവിടെ റെഡിയായി. അപ്പം ഇവിടെ 3 സെൻറ്റിമീറ്റർ, ഇവിടെയും 3 സെൻറ്റിമീറ്റർ, ഇവിടെ നമ്മൾ എത്ര വരച്ച 5 സെൻറ്റിമീറ്റർ, ഇവിടെ നമ്മളുടെ കൊടുത്ത ആംഗിൾ 60 ഡിഗ്രി. അപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് സെക്ഷനിൽ അറിയിച്ചാൽ മതി. അപ്പോൾ ഫൈനൽ ആൻസർ ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് പാർട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും.